ഇപ്പോഴും കേരളത്തിൽ PM-ശ്രീ നടപ്പായിട്ടില്ല. എവിടെയായിരുന്നു 3-4 ദിവസം? കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. ആ PM-ശ്രീ നടപ്പാകാതിരിക്കുന്നത് ഈ പറഞ്ഞ മരവിപ്പിക്കൽ കാരണമാണ്. ഒരു 3 ഏത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചു? എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുന്നത്? മരവിപ്പിക്കാൻ വേണ്ടിട്ടാണോ ഒപ്പുവെച്ചത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞങ്ങൾ നയപരമായി തീരുമാനിച്ചത് നടപ്പാക്കേണ്ടതില്ല എന്ന്. നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം നടപ്പായില്ല. ഇപ്പോ നടപ്പാകാതിരിക്കുകയാണ്. ഇപ്പൊ നടപ്പാകാതിരിക്കുന്നത് എന്തിനാണ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ആലോചിക്കുന്നത്? അപ്പൊ ഇത്രയും നാൾ നീ മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കുകയായിരുന്നല്ലേ? നീ പെരുങ്കള്ളനാ, പെരുങ്കള്ളൻ. ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. 7 മാസമായിട്ട് 8 മാസമായിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് ഇത് കേരളം നടപ്പിലാക്കില്ല എന്നൊരു കത്ത് കൊടുത്തോ? എന്താ ഉറക്കം വരുന്നു? കൊടുത്തില്ല. ഞാൻ അങ്ങേട്ട് തർക്കത്തിനില്ല. കൊടുത്തില്ല. സമരം ചെയ്യാനും മലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. ആ നയം നടപ്പാക്കാൻ തയ്യാറല്ല. ഇവിടെ PM-ശ്രീയുടെ ഭാഗമായിട്ട് ഒന്നും നടപ്പാക്കാനുമില്ല. പക്ഷേ മറ്റേ ഫണ്ട് നമുക്ക് കിട്ടണമായിരുന്നു. മര്യാദക്ക് ഇറങ്ങി പോവാൻ പറഞ്ഞാൽ പോവില്ല. ആദ്യം തന്റെ ഈ പരന്നിറങ്ങണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങിട്ട് കുജാര ഇങ്ങിട്ട് കുജാര. സർവശിക്ഷാ അഭിയാന്റെ ഇമാതിരി ആളെയും കൊണ്ട് വെച്ചാൽ നിങ്ങൾ അപകടത്തിലാവും കേട്ടോ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? എനിക്ക് മാന്യന്മാരായിട്ട് വേറൊരു മീറ്റിംഗ് പുറത്തുള്ളതാ. ആ പ്രയാസം കേരളത്തെ ആകെ ബാധിക്കുന്നതാണ്. അതൊഴിവാക്കുന്നതിനാണ് അതിന്റെ ഭാഗമായി ഒപ്പുവെച്ച് ആ പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയത്. ഇങ്ങനെ ഒരു ബുദ്ധിമാനെയാണല്ലോ ഞാൻ ഈ ദൗത്യം ഏൽപ്പിച്ചു വിട്ടതെന്ന് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. താങ്ക് യു സാർ. പക്ഷേ ആ ശ്രമം ശരിയല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അത് മരവിപ്പിച്ചു. ഇപ്പോ അതിവിടെ നടപ്പാകുന്നില്ല. 8 മാസമായി നടപ്പായിട്ടില്ല. പോത്തിന്റെ ചെവിയെ വേദോന്നിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം. നിന്റെ പേറ്റ് തലയിലേക്ക് എന്തെങ്കിലും ഒന്ന് അവസാനമായിട്ട് കയറുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ പോത്തെ. 2 ചോദ്യത്തിനും മറുപടിയില്ല. അതായത് എന്തിനു ഒപ്പുവെച്ചു എന്ന് പറഞ്ഞ പണം കിട്ടാൻ വേണ്ടിട്ട് ഒപ്പുവെച്ചു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പൊ ആ നടപടിക്രമങ്ങളെല്ലാം ഇതിൽ ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനത്തെ, പ്രത്യയശാസ്ത്രപരമായ നയപരമായ തീരുമാനത്തെ, RSS വിഷസർപ്പമാണ് എന്ന് പറഞ്ഞ തീരുമാനത്തെ മുമ്പിൽ കീഴടങ്ങി ഒപ്പുവെച്ചു. പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തണ്ടി കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. കള്ളനവൻ, പെരുങ്കള്ളൻ, എന്റെ കൈ കെട്ടിണ്ടില്ല. എന്തുകൊണ്ട് ഇത് ഞങ്ങൾ ഇനി നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുത്തില്ല? 8 മാസമായിട്ട് രണ്ടും ചെയ്തില്ല. ഒപ്പുവെക്കുകയും ചെയ്തു, നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് കത്തും കൊടുത്തില്ല. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്ന് അങ്ങനെയാണ്. അതെ, പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ വല്ല നമ്പർ ഇറക്കിയേ പറ്റൂ. അതൊന്നും ശരിയാ. കോൺഗ്രസിന് ഭയങ്കര പ്രശ്നമാണ്. സാറേ, ഞങ്ങൾ ഗവൺമെന്റ് ആയിട്ട് പോവാണ്. അതൊക്കെ ഉണ്ടാവും. ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ, അല്ലേ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോ എന്നാരും ചോദ്യം ചെയ്തില്ല പാർട്ടിയിൽ. പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ, അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഈ കൊച്ചാപ്പക്ക് പിള്ളേരുടെ സ്വഭാവോ? ചിലത്തുണ്ട് പിള്ളേരുടെ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലാക്കിക്കോ. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്. നീ കേട്ടിട്ടുണ്ടോ?
ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ. അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ തകർന്നു പോയിട്ടില്ല കേട്ടാ. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവ സത്യം. അതിനെല്ലാം നേരിട്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. എന്റെ പഴയ നെക്സ്റ്റ് സോളം നേടിപ്പിക്കരുത്. ഞാൻ വെറും എടങ്ങേറ് പേഴ്സണാ. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടിതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ മോഹിച്ച് നിൽക്കണ്ട കേട്ടോ. എന്റെ പൊന്നോ വേണ്ട. ഒരെണ്ണം അങ്ങോട്ട് തന്നാണ്ടല്ലോ നിന്റെ ചെവിക്കല് ഹെഡ് നിലയില് എന്ന് പൊട്ടും. പിന്നെ കണ്ണും കാണില്ല, ചെവിയും കേക്കില്ല, മുഴു പൊട്ടാൻ. CPM-ൽ എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്നാലോ തമ്പുരാനാന്ന വിചാരം ഓനെ ഇടുന്ന് അടിച്ചറക്കിയാലേ ഈ കുടുംബത്തിന് രക്ഷയുള്ളൂ. കാരണം എന്താ അറിയോ? ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണ് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? യുവന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ പോണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടുള്ള നിങ്ങൾ അല്ല, ഞാൻ സംസാരിച്ചോട്ടെ സർ. ഇനി ഒന്നും നോക്കണ്ട, ഊവി കുടലെടുത്തോ. ഞാൻ പറയുമ്പോ കല്ലേറ് തുടങ്ങിയാ മതി. കൂടാ. ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ MLA-മാര് പറഞ്ഞപ്പോ അങ്ങ് എഴുന്നേറ്റ് ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടിയതെന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി തർക്കത്തെ കുറിച്ചൊക്കെ LDF അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോ ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകോപിതനായില്ലല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഡക്കും പുട്ടും നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ പ്രകോപിതനായില്ല. ഞാനത് ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരുന്നു. സാർ, ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അതെ, നിന്റെ തൊഴുത്തിക്കുത്തു സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. PD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞാനിവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അമ്മട്ടിക്ക് നല്ല മനുഷ്യനാ, നല്ല ഉണക്കക്കൊപ്ര പോലത്തെ മുഖം അല്ല മനസ്സാ. അപ്പുറത്തുള്ള അംഗങ്ങൾ സംസാരിച്ചതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്റെ പാർട്ടി, എന്റെ മുന്നണിയാണ്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എന്റെ പാർട്ടിയെ കുറിച്ചും എന്റെ മുന്നണിയെ കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.